തെളിഞ്ഞ ആകാശം, അനുകൂലമായ കാലാവസ്ഥ, യാത്രയ്ക്കു പറ്റിയ സമയം. യാത്രയുടെ സമയം പ്രഖ്യാപിക്കപ്പെട്ടു. എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും കൽപ്പന കിട്ടി. വൻ സൈന്യം യാത്രയ്ക്ക് സജ്ജമാവുകയാണ്. ഒട്ടകങ്ങളും കുതിരകളും കഴുതകളും മനുഷ്യനും ജിന്നുകളും ശൈത്വാന്മാരും മൃഗങ്ങളും പക്ഷികളും, ഭക്ഷണ വസ്തുക്കൾ, വസ്ത്രങ്ങൾ, പടക്കോപ്പുകൾ, മറ്റ് സജ്ജീകരണങ്ങൾ. മികച്ച പരിശീലനം നേടിയ സൈന്യം. കുറഞ്ഞ സമയം കൊണ്ട് അവർ സ്വയം സജ്ജമായി കഴിഞ്ഞു. അണിയൊപ്പിച്ച് നീങ്ങണം. അണിവിട്ട് ഒരൽപ്പം മുമ്പോട്ടോ പിന്നോട്ടോ മാറാൻ പറ്റില്ല. തികഞ്ഞ അച്ചടക്കത്തോടെ നീങ്ങണം. സുലൈമാൻ നബി അലൈഹിസ്സലാം ആഗതനായി. ഇനി യാത്ര പുറപ്പെടുകയായി. വൻ സൈന്യം നീങ്ങി. പറവകൾ തണലിട്ട് കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ചുറ്റും ശ്രദ്ധിക്കുന്നു. ജീവജാലങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നു. ദൂരെ നിന്നൊരു ചെറിയ ശബ്ദം കാറ്റിലൂടെ ഒഴുകി വരുന്നു. ആ ശബ്ദം കാറ്റ് നബിയുടെ ചെവിയിലെത്തിച്ചു. അതൊരു കുഞ്ഞൻ ഉറുമ്പിന്റെ ശബ്ദമായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ശ്രദ്ധിച്ചു. ഉറുമ്പ് തന്റെ സമൂഹത്തോട് പറയുന്നു, സഹോദരങ്ങളെ, ആരും പുറത്തിറങ്ങരുത്. സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട്. അവർ അശ്രദ്ധമായി നിങ്ങളെ ചവിട്ടി ഞെരിച്ചു കളഞ്ഞേക്കാം. നിങ്ങൾ മാളങ്ങളിൽ അഭയം തേടിക്കൊള്ളുക. ഉറുമ്പുകളുടെ റാണി അവരുടെ പ്രജകൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് കിട്ടിയ ഉറുമ്പുകൾ പാർപ്പിടങ്ങൾ നോക്കി സഞ്ചരിച്ചു. ആയിരക്കണക്കായ ഉറുമ്പുകൾ ചാലിട്ട് സഞ്ചരിക്കുകയായിരുന്നു. ആ പ്രദേശത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് വാദി നംല് എന്ന പേരിലാണ്. വാദി എന്നാൽ താഴ്വര, നംല് എന്നാൽ ഉറുമ്പ്. വാദി നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളുടെ താഴ്വര. ഉറുമ്പുകളുടെ സാമൂഹിക ജീവിതം ശ്രദ്ധേയമാണ്. അവ സമൂഹമായി ജീവിക്കുന്നു. താമസിക്കാൻ അറകൾ ഉണ്ടാക്കുന്നു. ഒന്നിച്ച് സഞ്ചരിക്കുന്നു. ആഹാരം സമ്പാദിക്കുന്നു. ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു. അനുസരണശീലവും അച്ചടക്കവുമുള്ളവർ. അനുയായികളുടെ കാര്യത്തിൽ ജാഗ്രതയുള്ള നേതാക്കൾ. ഭക്ഷ്യവസ്തുക്കളുള്ള സ്ഥലം അവ മണത്തറിയുന്നു. ഉടനെ സന്ദേശം കൈമാറുന്നു. ആയിരങ്ങൾ ഒത്തുചേരും. ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കും. നനഞ്ഞതാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കും. വാദി നംല് അത് ഷാമിലായിരുന്നുവെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. ത്വായിഫിലായിരുന്നുവെന്നാണ് മറ്റൊരു അഭിപ്രായം. വാദി നംല് ജാബ്രീനിനും അസ്കലാനിനും ഇടയിലായിരുന്നുവെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ജാബ്രീൽ, അസ്കലാൻ എന്നിവ ഷാമിൽപ്പെട്ട പ്രദേശങ്ങളാകുന്നു. അനുയായികൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഉറുമ്പ് റാണിയുടെ പേര് ഹറസ് എന്നായിരുന്നു. ഇത് ബനു ഷീസ്വാൻ വിഭാഗത്തിൽപ്പെട്ട ഉറുമ്പായിരുന്നു. ഉറുമ്പ് റാണിയുടെ പേര് ജുർമ എന്നാണെന്നും ത്വാഖിയ എന്നാണെന്നും പറഞ്ഞവരുമുണ്ട്. ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചുപോയി. തന്റെ സൈന്യത്തിൽ നല്ലൊരു വിഭാഗം കുതിരകളാണ്. പടക്കുതിരകളുടെ കുളമ്പിന്റെ ചവിട്ടേറ്റ് ഉറുമ്പുകൾക്ക് നാശം പറ്റുമെന്ന് ഉറുമ്പ് റാണി മനസ്സിലാക്കി. വമ്പിച്ച സൈന്യം വരുന്നുണ്ടെന്ന് ഉറുമ്പ് റാണി എങ്ങനെ മനസ്സിലാക്കി? അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്പനേരം ചിന്താധീനമായി നിന്നുപോയി. അള്ളാഹുവേ, നിന്റെ സൃഷ്ടി വൈഭവം. ഉറുമ്പുകൾ എത്ര ചെറിയ ജീവികൾ. അവയ്ക്കു വേണ്ട ദിവ്യബോധനം നീയാണ് നൽകുന്നത്. അവ അതനുസരിച്ച് ജീവിക്കുന്നു. അത് കാണുന്ന മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ആ കൊച്ചു ജീവിയുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹുവേ നീ എനിക്ക് നൽകി. മറ്റാർക്കുമില്ലാത്ത ആ അനുഗ്രഹം നീ എനിക്ക് നൽകി. ഞാൻ എങ്ങനെ നിനക്ക് നന്ദി പറയും? സുലൈമാൻ നബി അലൈഹിസ്സലാം ചിന്തയാണ്. നീയൊന്നും